സീസൺ ഫിനാലേക്കുള്ള ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. അമ്മാതിരി ഐറ്റം ആയിരുന്നു ഇത്. അവസാനം വന്നിട്ടൊരു നിൽപ്പുണ്ട്, ഒരു രക്ഷയില്ല സംഭവം. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ ഒരുപാട് കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അവസാനം നമ്മുടെ ഒരു സ്പോയിലർ സെക്ഷൻ ഉണ്ട്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നതായിരിക്കും. ബാറ്റിൽ ഓഫ് ഗള്ളറ്റിന്റെ കാര്യവും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാം. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കുന്നു. ലാസ്റ്റ് നമ്മൾ കണ്ടത് സീ സ്മോക്ക് എന്ന ഡ്രാഗൺ വന്നിട്ട് ആഡമിന്റെ അടുത്തേക്ക് വരുന്നതും ആഡം എന്നെ ഡ്രാഗൺ റൈഡർ ആയിട്ട് സീ സ്മോക്ക് എന്നെ സെലക്ട് ചെയ്യുന്നതുമാണ്. അപ്പൊ ഇവിടെ ലാഗ് ഒന്നും അടിപ്പിക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. റെനീറിയും ഡ്രാഗൺ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആരാണ് ഈ ഡ്രാഗൺ റൈഡർ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബ്ലാക്സിന്റെ കയ്യിലുള്ള ഡ്രാഗനാണ് സീ സ്മോക്ക്. അപ്പൊ ഇതിനെ വേറെ ആരോ എടുത്തു എന്ന് പറഞ്ഞപ്പോ ഒരു സംശയത്തിന്റെ പുറത്താണ് റെനീർ അവിടെ എത്തിയതെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു. ഞാൻ ആഡം ആണെന്ന് പറയുന്നു. അപ്പൊ തന്നെ നീ ബെൻഡ് ചെയ്തിട്ട് എന്റെ ക്യൂൻ നിങ്ങളാണ്, നിങ്ങൾ പറയുന്നത് എന്ത് ഞാൻ കേൾക്കാം എന്ന് പറയുന്നു. അപ്പൊ റെനീറയ്ക്കും ഹാപ്പിയായി. ഒരു പുതിയൊരു ഡ്രാഗൺ റൈഡറിനും കിട്ടി, ഡ്രാഗനും കിട്ടി. അതേപോലെ റെനീർ ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടല്ലോ, ടാർഗേരിയൻസ് മാത്രമല്ല വേറെ ആൾക്കാർക്കും ഡ്രാഗൺ റൈഡേഴ്സ് ആവാം എന്ന് പറഞ്ഞിട്ട് റെനീർ പറഞ്ഞ കാര്യവും ഇവിടെ വെച്ച് സത്യമാവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പുതിയ ഡ്രാഗൺ റൈഡർ വന്നു എന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നുണ്ട്. കിങ്സ് ലാൻഡിങ്ങിൽ വരെ അറിയുന്നുണ്ട്. ജാസ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ സ്മോൾ കൗൺസിലുള്ള, അയാൾ വന്നിട്ട് ലാരിസിന്റെ അടുത്ത് പറയുന്നു മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ് ആണ് ലാരിസ്, എന്നിട്ട് പോലും ഈ ന്യൂസ് അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലാരിസിന് എയ്മണ്ടിന്റെ അടുത്ത് അത്ര താല്പര്യമില്ല. കാരണം എയ്മണ്ടിന് ഈ വിസ്പറേഴ്സിനൊന്നും അത്ര വിലയില്ല. യുദ്ധത്തിന് പോകുന്ന ആൾക്കാരെ മാത്രമേ വിലയുള്ളൂ. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അത് കണ്ടതുമാണ്. സ്മോൾ കൗൺസിൽ മീറ്റിംഗിലൊക്കെ വെച്ചിട്ട് ലാരിസിനെ പുച്ഛിക്കും. അപ്പൊ ഇവിടെ വെച്ചിട്ട് ലാരിസ് ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് പുതിയ ഡ്രാഗൺ റൈഡേഴ്സ് ഉണ്ടെന്നോ ഉള്ള കാര്യമൊന്നും എയ്മണ്ട് ഇപ്പൊ അറിയണ്ട, എയ്മണ്ടിന്റെ അടുത്ത് അതിപ്പോ പറയണ്ട എന്ന് പറയും. ലാരിസിന്റെ പവേഴ്സ് ഒക്കെ നമുക്കറിയാം. ഒരു കാര്യം തീരുമാനിച്ചാൽ അദ്ദേഹം എങ്ങനെയെങ്കിലൊക്കെ നടത്തും. അപ്പൊ ലാരിസ് തന്നെ ഗ്രീൻസിന്റെ എതിരാവുകയാണ് ഇവിടെ വെച്ചിട്ട്. ആ കാര്യമാണ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശരിക്കുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോവാണ്. അവിടെയും ഈ ന്യൂസ് അറിയുന്നു. എല്ലാവരും ദേഷ്യപ്പെടുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ആർക്കും ഈ കാര്യമൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. ഈ കണ്ട ആൾക്കാരിനെയൊക്കെ പിടിച്ച് ഡ്രാഗൺ റൈഡർ ആക്കി കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ പറഞ്ഞത് കേൾക്കോ എന്നുള്ള സംശയങ്ങളാണ് അവർക്കുള്ളത്. അപ്പൊ ലോർഡ് കോർലിസിന്റെ നേവിയിലുള്ള ഒരാളാണ് ഈ ഡ്രാഗൺ റൈഡർ എന്ന് അറിയുമ്പോൾ ലോർഡ് കോർലിസിന് സംഭവം മനസ്സിലാവും. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ലോർഡ് കോർലിസിന് ആക്ച്വലി അറിയാം ഈ ആലിനും ആഡം എന്നൊക്കെ പറയുന്നത് തന്റെ മക്കളാണെന്ന് ലോർഡ് കോർലിസിന് അറിയാം. അപ്പൊ ആഡമിനെ റെനീറ ഇപ്പൊ കൊണ്ടുവന്ന് ഡ്രാഗൺ സ്റ്റോണിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ആഡമിനെ കാണാൻ വേണ്ടിയിട്ട് ലോർഡ് കോർലിസ് ഒക്കെ വരുന്നുണ്ട്. ആഡമിന് ആക്ച്വലി ഒരു വാലിഡേഷൻ എപ്പോഴും വേണ്ടിയിരുന്നു. എന്റെ അച്ഛനാണ് ലോർഡ് കോർലിസ് എന്ന് എല്ലാവരും അറിയണം, ഞാൻ സാധാരണ ഒരാളല്ല എന്ന് എല്ലാവരും അറിയണം എന്നൊക്കെ ആഡമിന് ഉണ്ടായിരുന്നു. എന്താണോ ഇത്ര കാലം വേണമെന്ന് പറഞ്ഞത് അതിപ്പോ ആക്ച്വലി കിട്ടിയിരിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ ന്യൂസുകൾ അറിഞ്ഞപ്പോൾ ഉള്ള വിശേഷങ്ങൾ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹാരൻ ഹാളിലേക്കാണ്. അവിടെയും വേറെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംഭവിക്കുന്നുണ്ട്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഗ്രോവർ ടള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ആള് മരിച്ചു എന്നുള്ള വാർത്ത ഡെയ്മൺ അറിഞ്ഞു. അയാൾ ചുമ്മാ മരിച്ചതൊന്നുമല്ല, ആലിസ് റിവേഴ്സ് പോയിട്ട് കൊന്നതാണ് ശരിക്കും. അപ്പൊ ടള്ളി ഹൗസിന്റെ അടുത്ത ഹയർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു പയ്യനാണ്, ഓസ്കർ ടള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ. ചെറിയൊരു ചെക്കനാണ്. ഇവനെ ആദ്യം ഡെയ്മൺ കണ്ടപ്പോൾ പേടിപ്പിച്ച് വിട്ടതാണ്. അതിനുശേഷം പിന്നെ ഇവര് ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത് വീണ്ടും. ഇപ്പൊ ഓസ്കാറിന് ഒരു പവർ ഉണ്ട്, രാജാവാണ്. അപ്പൊ അതിന്റെ ഒരു സംഭവം ഇവിടെ വെച്ച് കാണിക്കുന്നുണ്ട്. അന്ന് എന്നെ കണ്ടപ്പോ പുച്ഛിച്ച് വിട്ടതല്ലേ, ഇപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതും പോരാഞ്ഞിട്ട് ഒരാൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. സംഭവം ഞാൻ പറഞ്ഞ ബാക്കിയുള്ള റിവർ ലോഡ്സ് ഒക്കെ അനുസരിക്കുമെങ്കിലും നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർ നിങ്ങളെ എതിർക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡെയ്മണ്ട് അടുത്ത് അങ്ങോട്ട് സംസാരിക്കും. അപ്പൊ ചെറിയ പയ്യനാണെങ്കിൽ ഇപ്പം എല്ലാ ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. അന്ന് അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ബുക്കിൽ നിന്നൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബുക്കിൽ നമ്മുടെ സീ സ്മോക്ക് ഡ്രാഗൺ ഉണ്ടല്ലോ, ആ ഡ്രാഗൺ കൊണ്ടുവന്ന് പേടിപ്പിച്ചിട്ടാണ് ഈ ടള്ളി ഹൗസിനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ ഇപ്പൊ നടന്ന ഈ ഡ്രാമ സംഭവം ഒന്നും ബുക്കിൽ ഇല്ലാത്തതാണ്, പുതിയ കാര്യങ്ങളാണ്. ശരിക്കുള്ളൊരു മോട്ടീവ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവരിങ്ങനെ ചെയ്തത്, ഡ്രാഗൺസിനൊന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കാണ്ടിരുന്നത്. ഈ ടള്ളി ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ റിവർ ലോഡ്സിന്റെ ഒക്കെ മെയിൻ ആളാണ്. ഇവരെന്താണ് പറയുന്നത് അതാണ് ബാക്കിയുള്ളവർക്ക് അനുസരിക്കുക. അപ്പൊ അങ്ങനെയുള്ള എല്ലാ റിവർ ലോഡ്സും അവിടെ വന്നിട്ടുണ്ട്. ബ്രാക്കൻസും ബ്ലാക്ക് വുഡ്സും എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്. ഒരാൾക്കും ഡെയ്മനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിന്റെ കാരണം വില്യം ബ്ലാക്ക്വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഡെയ്മൺ വിട്ടപ്പോ അയാൾ അവിടെ പോയി കുറെ കാര്യങ്ങൾ ചെയ്ത് ഓവറാക്കി. ഈ കാര്യങ്ങളൊക്കെ ഡെയ്മൺ പറഞ്ഞിട്ടാണ് ഈ വില്യം ബ്ലാക്ക്വുഡ് ചെയ്തത് എന്നാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. സത്യം അത് തന്നെയാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് വീണ്ടും ഓസ്കർ ടള്ളി എന്നുള്ള ഒരു ചെറിയ പയ്യന്റെ ഒരു ബുദ്ധിയാണ് കാണുന്നത്. അവനൊരു ചെറിയ സ്പീച്ച് ഒക്കെ നടത്തും. അവൻ എന്താ സംഭവം എന്ന് അറിയാം.
എന്ത് ചെയ്താലാണ് എല്ലാവരും ഒന്നിക്കുക എന്നും അറിയാം. അവൻ പറയും, അതായത് നമ്മളിപ്പോ ഡെയ്മന് ഇഷ്ടമല്ല സംഭവം സത്യം തന്നെയാണ്, പക്ഷെ നമ്മൾ എല്ലാവരും അലീജിയൻസ് പ്ലെഡ്ജ് ചെയ്തിട്ടുള്ളത് സീസൺ 1 എല്ലാ രാജാക്കന്മാരും വന്നിട്ട് അടുത്ത ഹെയർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് റനീറയാണ്. റനീറ തന്നെയാണ് റൈറ്റ്ഫുൾ ഹെയർ ആയിട്ട് ശരിക്കും വരേണ്ടത്. അപ്പൊ നമ്മൾ അന്നെടുത്ത ആ ഒരു ഓത്ത് നമ്മൾ എല്ലാവരും ഓർക്കണം. ഡെയ്മൺ എന്ത് ആളോ ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഡെയ്മൺ ചെയ്തത് അത് ചെയ്തു തന്നെയാണ്. അപ്പൊ അതിനൊരു പ്രായശ്ചിത്തമായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം ബ്ലാക്ക്വുഡിനെ പിടിച്ചു കെട്ടാൻ പറയും. അപ്പൊ വില്യം വിചാരിക്കും ഡെയ്മൺ പറഞ്ഞിട്ടാണല്ലോ ഇത് ചെയ്തത്, അപ്പൊ ഡെയ്മൺ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഡെയ്മന്റെ അടുത്ത് പറയും, എന്നെ രക്ഷിക്ക്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് ചെയ്തത്, എന്നെ ഇങ്ങനെ പിടിച്ചു കെട്ടാൻ നീ അനുവദിക്കരുത് എന്ന് പറയും. ഡെയ്മന് വേറെ വഴിയൊന്നുമില്ല, ഒരു ആർമി എന്തായാലും വേണം. അപ്പൊ ആർമി വേണമെങ്കിൽ ഇവരുടെയൊക്കെ സപ്പോർട്ടും വേണം. ഇവരുടെ സപ്പോർട്ട് വേണമെങ്കിൽ വില്യമിനെ കൊന്നേ പറ്റുള്ളൂ. ഡെയ്മൺ വന്നിട്ട് വാളെടുത്തൊരൊറ്റ വെട്ടലാണ് വില്യമിനെ. ഡെയ്മൺ പറഞ്ഞിട്ടാണ് വില്യം ഇങ്ങനെ ചെയ്ത് അവസാനം ഡെയ്മന്റെ കൈ കൊണ്ട് തന്നെ വില്യം മരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ലോർഡ് കോളിസ് നേരെ വന്നിട്ട് ആലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അയാളുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. ആലിന്റെ അടുത്ത് ഒരു പ്ലാൻ പറയും, നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഭയങ്കര വിശ്വാസമുള്ള കുറച്ച് പേരിനെ റിക്രൂട്ട് ചെയ്യും, ചെറിയ ഫിഷർമാന്റെ ബോട്ടുകളായിട്ട് കിങ്സ് ലാൻഡിങ്ങിലേക്ക് ചെല്ലണം, ഒരു പ്ലാൻ ഉണ്ട്, അത്രയും വിശ്വാസമുള്ളവരുടെ മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറയും. അതും പോരാഞ്ഞിട്ട് ഈ ഒരു ന്യൂസ് കൂടെ പറയും, നിന്റെ അനിയനുണ്ടല്ലോ അവനാണ് ഇപ്പൊ പുതിയ ഡ്രാഗൺ റൈഡർ എന്ന് പറയും. ഇത് ആലൻ ഒരു ഷോക്കാണ്. അതേപോലെ കോർലിസ് ചോദിക്കും, നിനക്കും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ, ഡ്രാഗൺ റൈഡർ ആവാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും. ആലൻ പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ സിയൻ സോൾട്ട് ആണ്, എനിക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ല, ആഡമിനായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയും. പക്ഷെ ബുക്കിൽ ഒരു വ്യത്യാസമുണ്ട്. ബുക്കിൽ ആലിൻ ഷീപ്പ് സ്റ്റീലർ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാഗനും ഗ്രേ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാഗനൊക്കെ ടൈം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. രണ്ടിലും ഫെയിൽ ആവുകയാണ്. അപ്പൊ ഇങ്ങനെ ഡ്രാഗൺസ് ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ആലിൻ അല്ല ബുക്കിലുള്ളത്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വെയിൽസിലേക്കാണ്. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റെയ്നിയറിന്റെ കുട്ടികളുണ്ടല്ലോ, ഏഗോണും വിസേരിസും, പേരുകൾ മാറിപ്പോകാൻ പാടില്ല, ഇവരൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പൊ ഇവരെ പെൻറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പോകുന്ന സീനാണ് നമ്മളിവിടെ കാണുന്നത്. ഗേ അബാൻഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പിലാണ് ഇവർ പോകുന്നത്. ഇതെല്ലാം നോട്ട് ചെയ്യണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് റെയിൻ ഇറങ്ങി ഓടിപ്പോവും. നേരെ പോകുന്നത് മിക്കവാറും ഷീപ്പ് സ്റ്റീലർ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാഗന്റെ അടുത്തേക്കായിരിക്കും. ലാസ്റ്റ് എപ്പിസോഡിൽ ഷീപ്പ് സ്റ്റീലറിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിൽസിൽ ഒരു വൈൽഡ് ആയിട്ടുള്ള ഡ്രാഗൺ ഉണ്ടെന്നുള്ള കാര്യം. ബുക്കിൽ നെറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടേതാണ് ഈ ഷീപ്പ് സ്റ്റീലർ എന്നുള്ള ഡ്രാഗൺ. സീരീസിലെ നെറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഇല്ല. ആ ക്യാരക്ടറിന്റെ സംഭവമൊക്കെ മിക്കവാറും റെയിനൊക്കെയായിരിക്കും ഇവർ കൊടുത്തിട്ടുണ്ടാവുക. ഇതെല്ലാം ഫാൻ തിയറീസ് ആണ്, ശരിയാവണമെന്നൊന്നുമില്ല. ഇനിയിപ്പോ ചിലപ്പോൾ നെറ്റിൽസ് എന്ന ക്യാരക്ടർ വന്നാലും വരും. ഈ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. മിക്കവാറും ഫിനാലയിൽ ഒരു സർപ്രൈസ് എൻട്രി ആയിരിക്കും റെയ്നയുടേത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അമ്മയുടെയും മകന്റെയും അടുത്തേക്കാണ്. അമ്മയും മകനും കൂടെ അടി കൂടുകയാണ്. ആര്, ജെയ്സും റെനീറയും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജെയ്സിന്റെ ഐഡിയ ആയിരുന്നു ഈ ഡ്രാഗൺ റൈഡേഴ്സിനൊക്കെ പുറത്തുനിന്ന് എടുക്കുക. ഈ ടർഗേരിയൻ ബ്ലഡും ഈ ഓൾഡ് വലേറിയിൽ നിന്ന് വന്ന ആൾക്കാരുടെ ഒക്കെ ലീനേജ് എടുത്തിട്ട് അതിന്ന് നമുക്ക് ഡ്രാഗൺ റൈഡേഴ്സിനെ റിക്രൂട്ട് ചെയ്യാന്ന് ജെയ്സിന്റെ ഐഡിയ ആയിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് ലോ ബോൺ ആയിട്ടുള്ള ഒരാള്, സാധാരണ ഒരാൾ വന്നിട്ട് ഡ്രാഗൺ റൈഡർ ആയപ്പോൾ ജെയ്സൺ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജെയ്സൺ അറിയാം ജെയ്സിന്റെ ശരിക്കുള്ള അച്ഛൻ ഹാർവിൻ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണെന്ന്. അമ്മയുടെ സൈഡിൽ നിന്ന് മാത്രമേ ടർഗേരിയൻ ബ്ലഡ് ഉള്ളൂ എന്നുള്ള കാര്യം ജെയ്സൺ അറിയാം. അപ്പൊ അമ്മ റെനീറ കഴിഞ്ഞിട്ട് അടുത്ത ഹയർ ഞാനാണെങ്കിൽ ഞാനും ഒരു ഹാഫ് ടർഗേരിയൻ ആണ്. അപ്പൊ ഇതേപോലെ വേറെ ഡ്രാഗൺ റൈഡേഴ്സ് സാധാരണ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് ഞാനും അടുത്ത രാജാവാനുള്ള ആളാണ് എന്നും പറഞ്ഞിട്ട് ഒരു സിവിൽ വാറിനോ അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിനോ വന്ന് കൂടാ. അങ്ങനെ ഒരു പേടി ജെയ്സനുണ്ട്. വളരെ വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ്. അപ്പൊ ഈ കാര്യമൊക്കെ റെനീറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അടി കൂടുന്നുണ്ട്. നമുക്ക് വേറെ വഴിയൊന്നുമില്ല, സാധാരണ ആളോ എന്താളാണെങ്കിലും ഡ്രാഗൺ റൈഡേഴ്സിന് നമുക്കിപ്പോൾ ആവശ്യമാണ്. ഇവരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ യുദ്ധത്തിന് തോറ്റുപോകും, നമ്മളൊക്കെ മരിച്ചു പോവും. അതിനേക്കാളും നല്ലതല്ലേ ഏതെങ്കിലുമൊക്കെ ഡ്രാഗൺ റൈഡേഴ്സ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് റെനീറ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു വാലിഡ് പോയിന്റ് ആണ്. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഇവർ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വേഗാറിന്റെ വായ കൊണ്ട് ചാവാനേ ഇവർക്ക് വിധി ഉണ്ടാവുള്ളൂ. മാക്സിമം ഡ്രാഗൺസിനെ എവിടെന്നെങ്കിലും എടുക്കുക എന്നുള്ള ഒരൊറ്റ സംഭവം ഇവരുടെ മുന്നിലുള്ളൂ. അപ്പൊ ഇനി നമ്മൾ കാണുന്നത് റിക്രൂട്ടിംഗ് ആണ്. മിസേരിയ വന്നിട്ട് ആലിന്റെ അടുത്ത് ഒരു മെസ്സേജ് കൊടുക്കും. ആലിൻ ആ മെസ്സേജ് കൊടുത്തു വിടുന്നത് നേരെ ആലിൻഡ മാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പൈനെ ഈ ബ്ലാക്സുകാര് കിങ്സ് ലാൻഡിങ്ങിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ആലിന്റെക്കാണ് ഈ മെസ്സേജ് എത്തുന്നത്. മെസ്സേജിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ടർഗേരിയൻ ബ്ലഡ് ഉള്ള ബാസ്റ്റേഴ്സിനെയൊക്കെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അടുത്ത ഡ്രാഗൺ റൈഡേഴ്സ് ആവാനുള്ള ഇൻവിറ്റേഷൻ ആണത്. എല്ലാവർക്കും വരാം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് അതിലുള്ളത്. അപ്പൊ ഈ കാര്യം ആലിൻഡ
നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തും പറയും. കിങ്സ് ലാൻഡിംഗിൽ തന്നെ ഇപ്പോൾ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് റെനീറയ്ക്ക്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ഭക്ഷണമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് റെനീറ കുറെ ഭക്ഷണങ്ങളും ഇവർക്കുള്ള റിസോഴ്സസ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം നല്ല സപ്പോർട്ടാണ് ഇപ്പൊ നാട്ടുകാരുടെ ഇടയിൽ. അപ്പൊ അത് മാക്സിമം മുതലാക്കുന്നുണ്ട്. നമ്മുടെ ഉൾഫ് വൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഈ ന്യൂസ് ഉൾഫ് വൈറ്റിന്റെ അടുത്ത് എത്തും. ഉൾഫ് വൈറ്റ് ഒരു പേടിത്തൊണ്ടനാണ്, വലിയ താല്പര്യമൊന്നും ഇല്ല ഇതിന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഉൾഫ് വൈറ്റിനെ പറഞ്ഞു വിടും. അതേപോലെ ഇവിടെ ഉള്ളത് വേറൊരാള് ഹ്യൂ ഹാമർ ആണ്. ഹ്യൂ ഹാമറിന്റെ മകള്, ആ അസുഖമായിട്ടുള്ള മകള് മരിച്ചിരിക്കുന്നു. അപ്പൊ എന്നെ കൊണ്ട് മകളിനെ പോലും രക്ഷിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇതിന് പോവുകയാണെന്ന് ഭാര്യന്റെ അടുത്ത് പറയുകയാണ്. അപ്പൊ ഉൾഫ് വൈറ്റിനെ എല്ലാവരും ഉന്തിത്തള്ളി വിടുകയാണ്. ഹ്യൂ ഹാമർ ആണെങ്കിൽ ഇത് എന്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സ്വയം ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും ആൾക്കാർ ആലിൻ കൊണ്ടുവരുന്ന ആ ചെറിയ ചെറിയ ബോട്ടിൽ കയറി ഡ്രാഗൺ സ്റ്റോണിലേക്ക് എത്തുകയാണ്. ഇതൊരു ലോഡ് ആൾക്കാരുണ്ട്, എല്ലാവർക്കും സിൽവർ ഹെയർ ആണ് മെജോറിറ്റി ആൾക്കാർക്ക്. ഇതൊരു ലോഡ് ആൾക്കാരുണ്ട്, മെജോറിറ്റി ആൾക്കാർക്ക് സിൽവർ ഹെയർ തന്നെയാണ്. ഈ ടാർഗേരിയൻസിന് ഇത്രയും ബാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്ര പേര് വന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് ഡ്രാഗൺ കീപ്പേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം അവർ ഈ ദൈവത്തിനെ പോലെയാണ് ഡ്രാഗൺസിനെ കാണുന്നത്. അപ്പൊ ഈ സാധാരണ ആൾക്കാരൊക്കെ വന്നിട്ട് ഡ്രാഗൺ റൈഡർ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പൊ അവർ ആദ്യം തന്നെ പറയും, ഞങ്ങൾ ഇതിലില്ല, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ, നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞങ്ങൾ ഈ ഒരു പരിപാടിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോവും ആദ്യം തന്നെ. റെനീറയ്ക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ബാസ്റ്റേഴ്സിന്റെ ഒരു ആർമി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് റെഡി ആയി നിൽക്കുന്ന റെനീറ വന്നിട്ട് ഒരു സ്പീച്ച് അങ്ങോട്ട് നടത്തും, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് നേരെ ഡ്രാഗൺ പിറ്റിലേക്ക് കൊണ്ടുപോവാണ്. ഡ്രാഗൺ പിറ്റിൽ വെച്ചിട്ട് ഫസ്റ്റ് വരുന്ന ഡ്രാഗൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വെർമിത്തോറാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഡ്രാഗൺ ആണ് വെർമിത്തോർ. വേഗാർ കഴിഞ്ഞാൽ പിന്നുള്ള ഡ്രാഗൺ ആണ് ഇത്. അത്ര വലിയ ഡ്രാഗന്റെ അടുത്തേക്കാണ് ഇവരെല്ലാവരും കൊണ്ടുപോകുന്നത്. ഈ വെർമിത്തോറിനെ കുറിച്ച് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം ഉണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ ലാസ്റ്റ് സ്പോയിലർ സെക്ഷൻ ഒന്ന് കേൾക്കണം. ഈ വെർമിത്തോറിനെ കുറിച്ച് പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് സ്പോയിലർ സെക്ഷനിൽ പറയാം. അപ്പൊ ഇത്ര വലിയ ഡ്രാഗനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും. അതേപോലെ തന്നെ സംഭവിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഇറക്കി വിടുകയാണ്. ഒരു ജാലിയൻ വാലാബാഗ് പോലത്തെ ഒരു സംഭവമായി മാറും അവസാനം ഇത്. വെർമിത്തോർ അങ്ങോട്ട് തീ വിടാൻ തുടങ്ങും. ഇവരൊക്കെ ഡ്രാഗൺ പീറ്റിൽ പൂട്ടിയിട്ടിട്ട് റെനീറ മുകളിൽ പോയി നിൽക്കും. ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണുന്ന പോലെയാണ് ഇതൊക്കെ കാണുന്നത്. ഇത്രയും പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം ഈ ഡ്രാഗൺ കീപ്പേഴ്സ് ഇല്ല അവിടെ. ഡ്രാഗൺ കീപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇത്രയും പേര് ഒരുമിച്ച് മരിക്കൊന്നുമില്ല. ഇത് എല്ലാവരും മരിക്കുകയാണ്. ഒരു 100 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെജോറിറ്റി ആൾക്കാർ വെർമിത്തോറിന്റെ തീ കൊണ്ട് തന്നെ മരിക്കും. കുറെ പേര് ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കും, ഒരു രക്ഷയില്ല. ഡ്രാഗൺ പിറ്റിന്റെ അകത്ത് തന്നെയാണ് അവരൊക്കെ. കിൽ ബില്ലാക്കും എല്ലാവരുടെയും വെർമിത്തോർ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഹ്യൂ ഹാമർ ഉണ്ടല്ലോ, ഹ്യൂ ഹാമർ നല്ലൊരു മനുഷ്യനാണ്. വെർമിത്തോറിനെ ഡിസ്ട്രാക്ട് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒരു സ്ത്രീനൊക്കെ രക്ഷപ്പെടുത്തും. അതേപോലെ ഹ്യൂ ഹാമറിനെ ഇനി ഒന്നും നോക്കാനില്ല, ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഇങ്ങനെയായി, മകളും മരിച്ചു, ഭാര്യനെ ഇട്ടിട്ട് വന്നു, വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് ദേഷ്യം കൊണ്ട് വെർമിത്തോറിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യും, ദേഷ്യം കാണിക്കും വെർമിത്തോറിന്റെ അടുത്ത്. എല്ലാവരും ഡ്രാഗനെ കാണുമ്പോൾ പേടിച്ചാണ് ഇരിക്കുക. ഹ്യൂ ഹാമർ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വെർമിത്തോർ റെസ്പോണ്ട് ചെയ്യുന്നു. വെർമിത്തോർ ഹ്യൂ ഹാമറിന്റെ അടുത്തേക്ക് വരികയാണ്. ഡ്രാഗൺ ടൈം ആയി എന്ന് ഹ്യൂ ഹാമറിന് മനസ്സിലാവുന്നു. ഇവർ തമ്മിൽ ഒരു മൊമെന്റ് ഉണ്ടാവുകയാണ്. റെനീറ ഇതൊക്കെ മോളിൽ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഇത്ര പേര് മരിച്ചാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. വെർമിത്തോറിന് പുതിയൊരു ഡ്രാഗൺ റൈഡർ കിട്ടിയിരിക്കുകയാണ്. ഹ്യൂ ഹാമർ എന്നാണ് ഇയാളുടെ പേര്. സാധാരണ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്ന ആളാണ് അദ്ദേഹം, ഇപ്പോൾ ഒരു ഡ്രാഗൺ റൈഡർ ആണ്. അപ്പൊ ഈ ഒരു പ്രശ്നമൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഉൾഫ് വൈറ്റ് ഉണ്ടല്ലോ, ഉൾഫ് വൈറ്റ് ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള ആളാണ്. അയാൾ പേടിച്ച് ഓടുമ്പോൾ ഡ്രാഗൺ പിറ്റിന്റെ അകത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഉൾഫ് വൈറ്റിന് പിന്നെ ബോധം വന്ന് നോക്കുമ്പോൾ സിൽവർ വിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാഗൺ ഉണ്ടല്ലോ, ആ ഡ്രാഗൺ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഉൾഫ് വൈറ്റും ഇതേപോലെ ഞാൻ ദാ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പേടിച്ച് കണ്ണടിച്ച് നിൽക്കും. അപ്പൊ വെർമിത്തോറിന്റെ അടുത്ത് ദേഷ്യം കാണിക്കുമ്പോഴാണ് വെർമിത്തോർ ടൈം ആവുന്നത്. എന്നാൽ സിൽവർ വിങ് നേരെ ഓപ്പോസിറ്റ് ആണ്. പേടിച്ച് കണ്ണടിച്ച് എന്നെ കൊന്നോന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിൽവർ വിങ് ടൈം ആവുന്നു. അങ്ങനെ പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ ഉൾഫ് വൈറ്റിനും ഒരു ഡ്രാഗനെ കിട്ടുകയാണ്. അതും സിൽവർ വിങ് എന്നുള്ള ഡ്രാഗൺ ആണ് കിട്ടുന്നത്. അപ്പൊ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കിങ്സ് ലാൻഡിങ്ങിലേക്കാണ്. സ്മോൾ കൗൺസിൽ മീറ്റിംഗ് നടക്കുകയാണ്. ആലിസന്റിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേരേ ഉള്ളൂ സ്മോൾ കൗൺസിലിൽ. ലാരിസ് ആണെങ്കിൽ എയമണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വലിയ സപ്പോർട്ട് ഒന്നും സ്മോൾ കൗൺസിലിൽ നിന്നും എയമണ്ടിന് കിട്ടാനില്ല. ഇവിടെ വെച്ചിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത്, ഡെയറൻ ടാർഗേരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. നമ്മുടെ ആലിസന്റിന്റെ യങ്ങസ്റ്റ് ആയിട്ടുള്ള മകനാണ്. ആലിസന്റിന് 3 ആൺകുട്ടികളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഏഗോൺ, നടുക്കുള്ളതാണ് എയമണ്ട്, മൂന്നാമത്തെ ആളാണ് ഡെയറൻ. അപ്പൊ ഡെയറൻ
വേറൊരു സ്ഥലത്താണുള്ളത്. പണ്ട് ചെറിയ കുട്ടിയായപ്പോൾ പറഞ്ഞു വിട്ടതാണ്. ഡെയറിന് ടെസറിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാഗൺ ഉണ്ട്. ആ ടെസറിയോൺ റെഡിയായി യുദ്ധത്തിന് പോകാൻ റെഡി ആയിട്ടുള്ള ഡ്രാഗൺ ആണ് ഇപ്പോൾ. അപ്പൊ ഇപ്പൊ ഡെയറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് നമുക്കൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആവുന്നുള്ള കാര്യം സ്മോൾ കൗൺസിൽ വെച്ചിട്ട് എയ്മണ്ടിന്റെ അടുത്ത് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രാഗൺ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷൗട്ടിങ് കേൾക്കും. ഏതോ ഒരു ഡ്രാഗൺ വരുന്നു, അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ പേടിക്കുകയാണ്. ആ ശബ്ദമാണ് ഇവർ കേൾക്കുന്നത്. എയ്മണ്ട് ഇത് കേട്ടതും വേഗാറിന്റെ അടുത്തേക്ക് ഓടിപ്പോവും. കാരണം കിങ്സ് ലാൻഡിങ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ഡ്രാഗൺ വരുന്നു എന്നാണ് ഇവർ വിചാരിക്കുന്നത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉൾഫൈറ്റ് ഉണ്ടല്ലോ, ഉൾഫൈറ്റിന് ഇത് കൺട്രോൾ ചെയ്യാനും ഡ്രാഗനെ മര്യാദയ്ക്ക് റൈഡ് ചെയ്യാനൊന്നും ഇതുവരെ പിടികിട്ടിട്ടില്ല. ഇപ്പൊ കിട്ടിയതല്ലേ ഉള്ളൂ. അപ്പൊ ഉൾഫൈറ്റ് ഡ്രാഗനിലേക്ക് വന്നതാണ് കിങ്സ് ലാൻഡിങ്ങിലേക്ക്. ഫ്രണ്ട്സ് ഒക്കെ ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടതാണ്. ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി വന്നതായിരിക്കണം, അല്ലാണ്ട് കിങ്സ് ലാൻഡിങ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നതൊന്നും അല്ല. അപ്പൊ എയ്മണ്ട് വേഗാറിൽ കയറിയിട്ട് നേരെ ഇതിന് ചേസ് ചെയ്തിട്ട് സിൽവർ വിങ്ങിനെ ചേസ് ചെയ്ത് ഡ്രാഗൺ സ്റ്റോണിൽ അവിടെ എത്തും. അവിടെ എത്തുമ്പോൾ എയ്മണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കും. അവിടെ കുറെ ഡ്രാഗൺസ് ഉണ്ട്, ഞാനിപ്പോ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് എയ്മണ്ടിന് കാര്യം മനസ്സിലാവും. എയ്മണ്ട് വലുതായതിനു ശേഷം ഇത്രയും പേടിച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എയ്മണ്ടിന്റെ മുഖത്തുനിന്ന് നമുക്കത് മനസ്സിലാവും. അപ്പോഴാണ് ഒരു ഷോട്ട് ഉണ്ട്. ചുമ്മാ വന്ന് നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും തീവിടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് മതി. ഇത്രയും വലിയ ഡ്രാഗൺ ഉള്ള, ഇത്രയും ധൈര്യമുള്ള എയ്മണ്ടിനെ പേടിപ്പിക്കാൻ ആ ഒരൊറ്റ സംഭവം മതിയായിരുന്നു. അപ്പൊ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള സെക്ഷനാണ്. സ്പോയിലർ അലേർട്ട് ഉണ്ട്. അത്രയും ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. സീസൺ 2 ഫിനാലെന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഡെയറൻ ടാർഗേരിയനെ കാണാൻ പറ്റും. ഡെയറൻ ടാർഗേരിയൻ ടെസറിയോ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്രാഗണിൽ വരുന്നതൊക്കെയാണ് ഒരു ചെറിയ സീനിൽ കാണിക്കുന്നത്. അപ്പൊ അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധമാണ് ഇനി വരാനുള്ളത്. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്റിൽ ഓഫ് ഗള്ളറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബിൽഡപ്പും ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ മെയിൻ നമ്മൾ കാണുന്നത് വെയിൽസ് എന്നാണ് കാണുന്നത്. വെയിൽസ് നിന്ന് ആ കുട്ടികൾ തന്നെ ഗേ അബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പിൽ വിടുന്നുണ്ടല്ലോ, അതന്നെയാണ് ബാറ്റിൽ ഓഫ് ഗള്ളറ്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതേപോലെ എയ്മണ്ട് ലാസ്റ്റ് എപ്പിസോഡിൽ സ്മോൾ കൗൺസിൽ മീറ്റിംഗിൽ ട്രയാർക്കിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ ട്രയാർക്ക് എന്ന് പറഞ്ഞാൽ പൈററ്റ്സിനെ പോലുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് സീസണിൽ നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗേ അബാൻഡ് എന്ന് പറഞ്ഞ ഷിപ്പില് റെനീറിന്റെ 2 കുട്ടികൾ, ചെറിയ കുട്ടികളുണ്ട്, ഏഗോണും വിസേരിസും. അപ്പൊ ഇവർ ഈ ഷിപ്പിൽ പെൻറ്റോസിക്ക് പോകുന്ന വഴിക്ക് ഈ ട്രയാർക്കിന്റെ മുന്നിൽ പെടും. ഏഗോന്റെ ചെറിയൊരു ഡ്രാഗണിൽ കയറിയിട്ട് രക്ഷപ്പെടും. പക്ഷെ വിസേരിസിനെ അവർ പിടിക്കുകയാണ്. ഇപ്പൊ ഫസ്റ്റ് സീസണിൽ ലുസീറസ് മരിച്ചു റെനീറിന്റെ. വീണ്ടും റെനീറിന്റെ ഒരു കുട്ടീനെ നഷ്ടപ്പെടുന്നത് പോലെ ആയിരിക്കണം സീസൺ ഫിനാലെ. ഒരു ലോജിക്കലി അങ്ങനെ ആണെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. പക്ഷെ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഈ CGI വർക്കൊക്കെ ആവശ്യമായിട്ടുള്ള സംഭവമാണ്. അതിനെക്കുറിച്ച് ഒന്നും ഈ ട്രെയിലറിലൊന്നും കാണിക്കുന്നില്ല. അപ്പൊ അത് ഹെവി വർക്ക് ആയതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത സീസണിലേക്ക് മാറ്റി വെക്കുമോ എന്നുള്ള സംശയവും റെഡിറ്റിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. കോമൺ സെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് തന്നെ ആയിരിക്കണം. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൽ അതേപോലെ എല്ലാ ഡ്രാഗൺസ് വരും. ബ്ലാക്സിന്റെ ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൽ വെച്ചിട്ടാണ് ജെസിറിസ് മരിക്കുന്നത്. ഇപ്പൊ ബ്ലാക്സിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സാഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബാറ്റിൽ ഓഫ് ഗള്ളറ്റ്. സംഭവം കുറെ ഡ്രാഗൺ ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ മെയിൻ ആള് ജെസിറിസ് മരിക്കുകയാണ്. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ വുൾഫൈറ്റും ഹ്യൂ ഹാമറൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇപ്പൊ റെനീറിന്റെ കൂടെയാണ് ഉള്ളത്. ട്രെയിലറിലും അത് കാണിക്കുന്നുണ്ട്. ഇവരെല്ലാരും കൂടെ ഒരു ഡിന്നർ കഴിക്കുന്ന പോലെയൊക്കെ ഒരു സീൻ ഉണ്ട്. എന്നാൽ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ വെച്ചിട്ട് ഈ വുൾഫൈറ്റും ഹ്യൂ ഹാമറും റെനീറിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ അത്യാഗ്രഹം കൂടിയിട്ട് ഈ ഡ്രാഗൺസ് കൊടുത്ത റെനീറിന്റെ എതിരെ തന്നെ ഇവർ യുദ്ധം ചെയ്യും. വെർമിത്തോറും സിൽവർ വിങ് ഒക്കെ റെനീറിന്റെ എതിരാവും. അതിപ്പൊന്നും അല്ല, കുറച്ച് സമയം എടുക്കും. അങ്ങനെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടംബിൾട്ടണിലാണ് വെർമിത്തോർ മരിക്കുക. ഹ്യൂ ഹാമർ റെനീറിനെ ചതിച്ചതുപോലെ തന്നെ ഗ്രീൻസിന്റെ അടുത്ത് ചെല്ലും ഹ്യൂ ഹാമർ. ഗ്രീൻസ് പിന്നീട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹ്യൂ ഹാമറിനെ വീണ്ടും ചതിക്കുകയാണ്. അങ്ങനെ ഹ്യൂ ഹാമറിനെ കൊല്ലുകയാണ് ഗ്രീൻസ് ലാസ്റ്റ് ചെയ്യുന്നത്. വെർമിത്തോർ അങ്ങനെ വീണ്ടും റൈഡർ ഇല്ലാത്ത ഡ്രാഗൺ ആവും ബുക്കിൽ. അപ്പൊ അങ്ങനെ ഇനി ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വെർമിത്തോറിന്റെ സംഭവിക്കുന്നത്. എന്തായാലും ഇവർ ഈ ബുക്കിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ആക്ച്വലി ഉണ്ടാവാൻ പോണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു സ്പോയിലർ സെക്ഷൻ. ഇനി നമുക്ക് ഫിനാലെ കഴിഞ്ഞിട്ട് ഒരു കാര്യമായിട്ട് ഒരു ഫുൾ വീഡിയോ തന്നെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതേപോലെ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ബൈ.